വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്ന് നേഷൻ ഫസ്റ്റിൽ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ളത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായ പ്രിയ വിനോദാണ്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടന വേളയിലാണ് കരണദാനി ഒരു പ്രസംഗം നടത്തിയത്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ വലിയ പങ്കുവഹിച്ച ഉമ്മൻചാണ്ടി സാറിനും നന്ദിയെന്ന്. അപ്പോൾ കരുണാദാനി പോലും അംഗീകരിക്കുന്നു, അവർ പോലും അംഗീകരിക്കുന്നു എങ്കിൽ പോലും ഇവിടുത്തെ ഇടതുപക്ഷം അത് അംഗീകരിക്കുന്നില്ല. പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നതെന്നും ഇടതുപക്ഷമാണത് ചെയ്തതും എന്നും ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇനി എന്നാണ് ഇവർ ഉമ്മൻചാണ്ടിയുടെ പ്രയത്നങ്ങളെ അംഗീകരിക്കാൻ പോവുക? മേഘ, വിഴിഞ്ഞം എന്ന പദ്ധതി രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് നിൽക്കുമ്പോൾ നൂറ്റാണ്ടിന് ശേഷം അത് സ്വപ്നം, ആ വിഴിഞ്ഞം പദ്ധതി എന്ന സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ ശില്പിയായ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വളരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഞാൻ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് സംസാരിക്കാം. കാരണം വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു പദ്ധതി ഈ ഒരു സമയത്ത് ഇത് സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അതിന് വേണ്ടുന്ന ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളും വളരെ ഏറ്റവും തീരുമാനങ്ങളും അതുപോലെ തന്നെ മുന്നേറ്റവും ഒക്കെ ഉണ്ടായത് ആ പദ്ധതിക്ക്. അപ്പൊ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ പറ്റുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ നാൾവഴികൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് 90കളിലാണ് ഇതിന്റെ ആശയം, വിഴിഞ്ഞം പദ്ധതി എന്നുള്ള ആശയം മുന്നോട്ട് വരുന്നത്. CP രാമസ്വാമി അയ്യർ അദ്ദേഹം ആണ് ഇങ്ങനൊരു ആശയത്തെ കുറിച്ച് ആദ്യം ചിന്തിച്ചത്. പക്ഷെ സംഗീത കോളേജിലെ ഒരു അക്രമവും പ്രശ്നങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവിതാംകൂർ വിട്ടു പോയതോടുകൂടി ആ ആശയം അവിടെ കഴിഞ്ഞു പോയി. അതിനുശേഷം 1982 ഒരു തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാണ് കരുണാകരനാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും പ്രചരണം നടത്തുന്നതും ഒക്കെ. ആ കാലഘട്ടത്തിൽ തന്നെ 1986 ഞാൻ മനസ്സിലാക്കുന്നത് ബാബു പോളിനോട് അദ്ദേഹം ഇതൊരു സമിതി ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി 1991 കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഗുജറാത്ത് തീരത്തു നിന്നും വന്ന ഒരു ചരക്ക് പത്തേവാരിയിൽ വന്ന ഒരു ചരക്ക് കപ്പൽ അദ്ദേഹം നേരിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം മുമ്പോട്ട് വെക്കുകയാണ്. ഞാൻ ഇതിലൂടെ ജനങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വസ്തുതയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ ഗുജറാത്തിൽ നിന്ന് വന്ന കപ്പൽ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ പോയി. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാഷ്ട്രീയം കലുഷിതമായ ഒരു അന്തരീക്ഷമായി. അപ്പൊ അതിനുശേഷം വന്നത് 96 EK നായനാരുടെ മന്ത്രിസഭയായിരുന്നു. പക്ഷെ അപ്പോഴും ഇത് പദ്ധതി വിട്ടില്ല. അവർ ഇതിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നോക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്ന AK ആന്റണിയുടെ മന്ത്രിസഭയിലാണ് ഇതിനൊരു വ്യാപ്തി കൂടുന്നത്. അദ്ദേഹം ആ സമയത്ത് തുറമുഖ മന്ത്രി MV രാഘവനായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ കരുണാകരൻ മന്ത്രിസഭയിലെ അദ്ദേഹം ഇതിനെ കുറിച്ച് പഠിക്കാനൊക്കെ സമിതിയെ നിയോഗിച്ചെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ ബാബു പോളിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്തും MV രാഘവനായിരുന്നു നമ്മുടെ തുറമുഖ മന്ത്രി എന്ന് പറയുന്നത്. AK ആന്റണി മന്ത്രിസഭയിലും MV രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്ന സമയത്താണ് അവർ വീണ്ടും ഇതിനൊരു ആഗോള ടെൻഡർ വിളിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നത്, അതിനുള്ള അംഗീകാരം കിട്ടുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അതിനുശേഷം അടുത്ത ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നു. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നപ്പോഴും പദ്ധതി വിട്ടില്ല. പദ്ധതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ പദ്ധതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ആഗോള ടെൻഡർ വിളിച്ചപ്പോ ഏതോ ഒരു കമ്പനി വരികയും ആ കമ്പനിക്ക് അന്ന് ചൈനീസ് ബന്ധം ഉണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പൊ അതും അവിടെ യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്താണോ കരുണാകരൻ ചെയ്തത്, എന്താണോ AK ആന്റണി ചെയ്തത് അവിടെ തന്നെ നിന്നു. അതിനപ്പുറത്തോട്ട് ഒരിഞ്ച് പോലും പോയിട്ടില്ല. അതിനുശേഷമാണ് 2011 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ശരിക്കും ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അദ്ദേഹം ഇതിന്റെ പിന്നിലെ പോയി. അന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശ്
അദ്ദേഹം ഇത് 3 തവണയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത്. ഇപ്പൊ ഏതൊരു പദ്ധതി നടത്തുമ്പോഴും ജനങ്ങൾക്കും അതുപോലെ തന്നെ പരിസ്ഥിതിയും നമ്മുടെ ഭൂമിക്കും ഒക്കെ എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ശാസ്ത്രീയമായി പഠിച്ചു തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരും. ഇപ്പൊ കേരളയില് ഇവര് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ മഞ്ഞ കുറ്റികൾ ആൾക്കാർ ഉറങ്ങി ഉണരുന്ന ഒരു സമയത്ത് കാണുന്നത് അവരുടെ അടുക്കളയിൽ കുറ്റി, മുറ്റത്ത് കുറ്റി, ബാത്റൂമിൽ കുറ്റി, പല സ്ഥലങ്ങളിലും കുറ്റി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. യാതൊരു പഠനമോ ശാസ്ത്രീയമായുള്ള അന്വേഷണമോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ചെയ്യാതെ വെറും അഴിമതി കാണിക്കാൻ വേണ്ടി മാത്രം കുറെ പ്രഹസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഒരു കേരളയിലെന്ന് പറഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചത്. പക്ഷെ ആ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുമായി ചേർന്ന് അദ്ദേഹം 3 തവണ ഈ പഠനം നടത്തി. ഇതിന് ആ സമയത്താണ് ആഗോള ടെൻഡർ വിളിക്കാനുള്ള അംഗീകാരം കിട്ടി. ടെൻഡർ വിളിക്കുമ്പോൾ പക്ഷെ കമ്പനികളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാർ ഇത് വിടാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അദാനി ഗ്രൂപ്പുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ആ ഒരു സമയത്താണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയുടെ, ഈ സ്വപ്ന പദ്ധതിക്ക് ചിറക് മുളയ്ക്കുന്നത് അവിടെ നിന്നാണ്. അതായിരുന്നു ഇതിന്റെ ഒരു നാഴിക നമുക്ക് പറയാം. ആ ഒരു സമയം, അതിനുശേഷമാണ് ഈ പദ്ധതിക്ക് ചിറക് മുളച്ചതും ജീവൻ വെച്ചതും ഒക്കെ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അപ്പോഴേക്കും 14-ാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2019 ഇത് ഇനാഗുറേഷൻ നടത്തേണ്ടതായിരുന്നു. എന്നിട്ട് എപ്പോഴാണ് ഇനാഗുറേഷൻ നടത്തിയത്? കാരണം അതിനുശേഷം വന്ന പിണറായി സർക്കാരാണ്. അപ്പൊ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അർത്ഥമായ ഒരു രീതിയിലല്ല അദ്ദേഹം ഈ പിണറായി മന്ത്രിസഭ ഇവിടെ ഉണ്ടാകുന്നത്. കാരണം നുണപ്രചരണങ്ങളും ഇല്ലാത്ത ആരോപണങ്ങളും ഒക്കെ കൊടുത്ത് ജനപ്രിയനായ ഒരു മുഖ്യമന്ത്രിയെ തുടർഭരണം ഉണ്ടാകുമെന്ന് ഉറപ്പായ സമയത്ത് വെറും അശ്ലീലമായ ആരോപണങ്ങൾ കൊണ്ടുവന്ന്, നാണംകെട്ട കാര്യങ്ങൾ കൊണ്ടുവന്ന്, അപ്പോ കേരളം ഏറ്റവും ലജ്ജിച്ചു പോയ സമരങ്ങൾ കൊണ്ടുവന്ന് എന്തൊക്കെ അപവാദങ്ങളായിരുന്നു നമ്മൾ കേട്ട്. ഇപ്പോൾ മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും ഉമ്മൻചാണ്ടി സാറിനെ ദ്രോഹിക്കുക മാത്രമാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്രയല്ലേ ചെയ്തുള്ളൂ. അന്ന് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അഴിമതിയിൽ പെടുത്തിയിരുന്നെങ്കിൽ ശരി, നിങ്ങൾ ചെയ്യൂ, പറയൂ, രാഷ്ട്രീയമായ ആരോപണങ്ങൾ പറയൂ, മറ്റെന്തെങ്കിലും അഴിമതികൾ പറയൂ. പക്ഷേ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ പറയാൻ CPM-നെ കഴിയും. കാരണം മറ്റൊരു അഴിമതിയും കൊണ്ടുവരാൻ അവർക്കില്ലായിരുന്നു. ഇവിടെ ഇന്ന് മെഡിക്കൽ കോളേജുകളായാലും ഇന്ന് റോഡുകളായാലും കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും വകുപ്പുകളിലായാലും ഉള്ള വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ്. അല്ലാതെ ഈ പിണറായി വിജയന്റെ ഭാവനയിലുണ്ടായി, പിണറായി വിജയൻ രൂപം കൊടുത്ത്, പിണറായി വിജയൻ കൊണ്ടുവന്ന് എല്ലാ സംവിധാനവും ചെയ്ത ഒരു പദ്ധതി ഇവിടെ തറക്കല്ലിട്ട് അല്ലെങ്കിൽ വളർത്തി വലുതാക്കി വികസിപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ ഒരാളിന് പറയാൻ കഴിയും പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു പദ്ധതി? അത് ഇപ്പൊ സ്വർണ്ണക്കടത്തോ, മാസപ്പടിയോ, ശബരിമല സ്വർണ്ണമോഷണമോ, അങ്ങനെ ലൈഫ് മിഷൻ അഴിമതിയോ, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയും കേരളത്തിൽ സംസ്ഥാനത്തിന് വേണ്ടിയും എന്തെങ്കിലും ഒരു കാര്യം ഈ 10 വർഷത്തിനുള്ളിൽ അവർ ചെയ്തു. 10 വർഷം ഉണ്ടായിരുന്നു, 1-2 വർഷങ്ങളല്ല, 1 തവണയല്ല, 2 തവണയായിരുന്നു. അപ്പോ ഒരു കോവിഡ് എന്ന് പറയുന്ന കോവിഡിനെ ഒരു മാജിക് വാണ്ടായിട്ട് എടുത്ത് ആ ഒരു സമയത്ത് ആ രീതിയിൽ അവര് തുടർഭരണത്തിലേക്ക് വന്നു. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. എന്നിട്ട് അവര് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് കിരൺ അദാനിയും പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പോലും അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് അദ്ദേഹമായിരുന്നു, അല്ലെ? ഉമ്മൻചാണ്ടി സാർ അല്ലായിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു ഇത് അദാനിയുടെ ആ ഗ്രൂപ്പിന്റെ കൈകളിലെത്തുകയും അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ഈ ഒരു സമയത്ത് പൂർത്തിയാവുകയും ചെയ്യും? എന്നിട്ട് അന്ന് സർക്കാർ വെച്ച് എന്തെല്ലാം ഒബ്ലിഗേഷൻസ് ഉണ്ടായിരുന്നു സർക്കാരിന്, അത് ആ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇതുവരെയും ചെയ്തിട്ടില്ല. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറും മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന തരത്തിൽ കുറെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചാൽ പോലും വെറുതെ വിടില്ല എന്ന് പറയുന്നത് വീണ്ടും സത്യമാവുകയാണ് ഇടതുപക്ഷത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റൂ. ഇപ്പം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് എത്തി, അപ്പോഴും ഇവർക്ക് പെൺവിഷയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വികസനം പറഞ്ഞോ, നാട്ടിൽ എന്തെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു രാജ്യം പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതെന്തെങ്കിലും കൊടുക്കാൻ ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ KV ഗണേഷ് കുമാർ പറഞ്ഞത്
പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ജനിപ്പിച്ച അദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഫാദർ ആരായിരുന്നു? അദ്ദേഹം ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് കേൾക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. ബാലകൃഷ്ണ പിള്ള സാറിന്റെ പറഞ്ഞ വാക്കുകൾ, സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. അതിനപ്പുറം പിന്നെ നമ്മൾ നാട്ടുകാരും നമ്മളൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം അച്ഛൻ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ മതിയല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊക്കെ തന്നെ കേട്ടാൽ പോരെ? അദ്ദേഹത്തിന് പിന്നെ എന്തിനാണ് നമ്മൾ ഈ മറുപടി കൊടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല? അദ്ദേഹത്തിന്റെ മുഖം നമ്മളാരും മറന്നില്ലല്ലോ. ചോര ഒലിപ്പിച്ച് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയും ആ ഒരു ചിത്രവും ഒക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതെ. ഗണേഷ് കുമാറിന് ഇനി അവിടെ നിൽക്കാൻ വയ്യ, വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് വരാനുള്ള രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അതെ. അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറിനേക്കാൾ കൂടുതൽ ശക്തനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാർ എന്ന് തന്നെ പറയണം. വിഴിഞ്ഞം പോലുള്ള പല പദ്ധതികളും കൊണ്ടുവന്നതിൽ വലിയ കൈയുണ്ടായിരുന്നത് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന എല്ലാവരും ഒരിക്കൽ ആ സത്യം തിരിച്ചറിയും. എന്നായാലും ഇടതുപക്ഷമാണെങ്കിലും ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.